അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. മൂന്നാറിലോട്ട് ട്രിപ്പ് പോവാണ്. അമ്മ രണ്ടുപേരും അവിടെ നിക്കല്ലേ? എവിടെ? നമ്മളെ അവിടെ. ഇവിടെ? ഓ മറ്റേ സിബിയുടെ അനിയല്ലേ UK ചെറുക്കൻ, അവനും മധുകൃഷ്ണനും. എന്തൊക്കെയായിരുന്നു. ഞാൻ ജാക്കറ്റ് എന്തിനാ ചോദിച്ചപ്പോഴേ മരണം കഴിഞ്ഞ് തിരിച്ച് കുളിച്ചു വരുമ്പോ തണുക്കാണ്ടിരിക്കാനാണെന്ന്. അത് വിശ്വസിക്കാൻ ഒരു ജോജോയി പോട്ടെ. അല്ല ഞാൻ വല്ലതാണെങ്കിൽ പപ്പയുടെ കള്ളത്തിൽ അപ്പം തന്നെ പിടിച്ചാണ്. എന്തൊക്കെയാണേലും പപ്പ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കരുത് കേട്ടല്ലോ. പിന്നെ പൂട്ടിടേണ്ടി വരും. പൂട്ടിയിടണം. ജോലി അറിഞ്ഞറിയാലോ ആ പ്രശ്നം അവിടെ. പിന്നെ പൂട്ടിടാല്ലേ? എനിക്കറിയില്ല. ഇപ്പൊ പറഞ്ഞതിക്ക് വേണ്ടി വന്നാ ചിലപ്പോ പൂട്ടിയിടേണ്ടി വരും. ഞാനും പറഞ്ഞു വേണ്ടി വന്നാ പൂട്ടിയിടണം. പൂട്ടിയിടണം തന്നെ. അല്ല മനോജേ, എടാ ഞാൻ വരാതെ സാറിന്റെ ചിതയ്ക്ക് തീ കൊളുത്തല്ലേടാ. ഓക്കെ, താങ്ക് യു. പപ്പായി ആരേ മനോജ്? നമ്മുടെ അവിടെ ഒരു വാർഡ് മെമ്പറാണേ. അപ്പൊ ഞാൻ ചെന്നതിന് ശേഷം സാറിന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയാൽ മതി. എനിക്ക് ആ കാലിത്തൊട്ടൊന്ന് അനുവാദം വാങ്ങണം. അനുവാദവും? അനുവാദം മേടിച്ചിട്ട് പപ്പയുടെ പോണം? അനുവാദമല്ല, അനുഗ്രഹം. ഈ വേദനിച്ച് നിൽക്കുമ്പോ ഒരുമാതിരി കളിയാക്കലുണ്ടല്ലോ ജോ, നിനക്ക് പണ്ടേ ഉണ്ടോ? അപ്പൊ പോയിട്ടോ. അല്ല പപ്പായേ, ഈ അവിടെ ഭയങ്കര തണുപ്പായിരിക്കും മൂന്നാറിലൊക്കെ. അപ്പൊ ഈ ചെത എങ്ങനെ കത്തിക്കുന്നത്? ഇതുപോലെ ഡീസൽ ഒഴിച്ച കത്തി കത്തി അങ്ങനെയാണല്ലോ ബാർബിക്ക് കത്തിക്കണം അല്ലേ? ബാർബിക്കും അങ്ങനെ. എന്റെ സാറിന്റെ ബോഡി ബാർബിക്കും ആടാ. നീ മൂന്നാറിന്റെ ദിവസം പറഞ്ഞു അറിയാതൊന്നായിരിക്കും. എന്നിട്ട് തരാം കേട്ടാ. ഒരു സെക്കൻഡ്. എല്ലാം വെച്ചു. ഫോൺ നോക്കട്ടെ. ചാർജ് ഉണ്ടോ? സ്വിച്ച് ഓഫ് ആവാൻ പാടില്ലല്ലോ. സ്വിച്ച് ഓഫ് ആവാൻ പാടില്ലല്ലോ. ചാർജ് ഉണ്ടെന്നേ. മാഷിനെ കാണാൻ പോവല്ലേ? ഫുൾ ചാർജറൊക്കെ എടുത്തോ? ജാക്കറ്റ് എടുത്തില്ലല്ലോ. അപ്പൊ ജാക്കറ്റ് നേരത്തെ എന്തിനാ ചോദിച്ചാ എന്റെ അടുത്ത്? ജാക്കറ്റ് വാങ്ങത്തില്ലേ? ജാക്കറ്റ് എടുത്തില്ല. നോക്കിയോ, എടുത്തു വെച്ചു. സാറിന് കാണണമെന്ന് ഇത് കഴിഞ്ഞ് എനിക്ക് കളിക്കാൻ തരണം. ഓക്കേ, ഗെയിം കളിക്കാണ്. ഏത് ഗെയിം? മക്കളെ പപ്പയെ തുറന്നു വിട. ജോ, സോറി പപ്പ, നടക്കത്തില്ല. രാജോ, നടക്കില്ല. മുളു ജന്ന, സോറി അപ്പ, നടക്കൂല. ചാനിക്കുട്ടി പറ്റില്ല. മക്കൾ അഞ്ചുപേരും കൂടെ പപ്പയെ മുറിക്കകത്ത് പൂട്ടി നാട്ടുകാർ അറിഞ്ഞോണ്ടല്ലോ. പപ്പയ്ക്കാണ് നാണക്കേട്. നാട്ടുകാരുടെ മുഖത്തൊക്കെ പപ്പ നോക്കണേ. 5 മക്കളെയും പറ്റിച്ച് പപ്പ മൂന്നാറ് പോയി കഴിഞ്ഞാലേ ഞങ്ങക്ക് ഭയങ്കര പേരായിരിക്കുമല്ലോ. ആര് മൂന്നാറ് പോണ്? ഞാൻ പറഞ്ഞില്ലായിരുന്ന മൂന്നാറല്ല, പപ്പയുടെ മാഷ് മരിച്ചോടാ. അപ്പൊ എനിക്ക് മാഷിന്റെ ബോഡി കാണണ്ടേടാ. കാണണ്ട, കാരണം അവിടെ ഒരു മാഷ് മരിച്ചിട്ടില്ല. ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു. മാഷിന്റെ മരണം പഞ്ചായത്ത് പ്രസിഡന്റാണ്. എന്റെ ഏറ്റവും അടുത്ത ആളാണ് പഞ്ചായത്ത്. നടക്കൂല. സ്ക്രിപ്റ്റ് പൊളിഞ്ഞിട്ട് മാറ്റിയിടാനൊന്നും പറ്റില്ല. എന്തിനാണ് ഞാൻ പറയണം? കണ്ട, നിങ്ങളെ കൂടെ മൂന്നാറ് വരാന്ന് പറഞ്ഞ നിങ്ങളെ സുഹൃത്തിനെ കണ്ട അകത്തോട്ട് പൂട്ടി പിള്ളേര് കാവലിരിക്കാണ്. കണ്ട, കൺകുളിർക്ക കണ്ടോ? കണ്ടല്ല, എന്നാ വിട്ടോ, കാണാൻ വേണ്ടി വിളിച്ചോണ്ടുന്നതാണ്. എടാ ഫ്രെഡി, മൂന്നാറിൽ പോട്ടെ നീയാണ് ഈ കിടക്കണത്. എന്റെ പിള്ളേരെ ഈ പറവകളെ പോലെ പറന്ന് കിടക്കണ ഈ പറവേനെ പിടിച്ച് ഇങ്ങനെ കൂട്ടി നടത്തിയത് ശരിയായില്ലട്ടോ. ഈ പറവ കുറച്ച് വേറെ ഇനവാ, അതുകൊണ്ട് അങ്ങനെ തുറന്നു വിടാൻ പറ്റൂല എന്റെ അങ്കിളെ.
പറക്കണമില്ലല്ലേ, പറന്നെങ്കിൽ നിരത്തിയും വഴി വയ്ക്കായിരുന്നു. ഒരു വെക്ക് പോരാ, കൊണ്ടുവന്നവരെല്ലാം കൂടെ അലമ്പുണ്ടാക്കും. ഓരോരുത്തന്മാർക്ക് ഓരോ വെക്ക് വേണം. ആ പറ വെക്ക, പറ. ഹലോ, ഇത് എവിടെയാ? ഹലോയാ, ഈ പറഞ്ഞ സ്ഥലം കാണണല്ലോ. ഞാൻ ഈ റോഡിൽ നിൽക്കുവാ. ചുമ്മാ പോയി. ഇവിടെ മുഴുവൻ ഫ്ലാറ്റ് ആണല്ലോ. ഹലോ 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 ഹലോ, ഇവിടെ എവിടെ? പോയി ഇത്രയും സ്ഥലം കിടക്കുന്നു. ഇയാൾക്ക് എവിടെയെങ്കിലും ഒഴുത്തും പോയി സംസാരിക്കാൻ പറ്റൂലേ? അല്ല, ഞാൻ എന്തത് മര്യാദയ്ക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോ. ഹലോ 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 ചേട്ടാ, ഈ വറീസേന്റെ വീട് അറിയോ? ഈ മേശിരി പണിക്കൊക്കെ നടക്കണേ. അതെ, ഓയ് ഹലോ. വരാനോ? അപ്പൊ അവിടെ ആയിരിക്കും അല്ലേ? ചേട്ടാ ചേട്ടാ, ഈ വറീസേന്റെ വീട് എവിടെയാന്ന് പറഞ്ഞു? നീ ഇതിനെ പോയില്ലേ? ചേട്ടനല്ലേ എന്റെ അടുത്ത് വരാൻ പറഞ്ഞു? ഞാൻ പോടോ എന്നല്ലേ പറഞ്ഞത്. പോവാനാണ് പറഞ്ഞത്. പിന്നെ അല്ലാതെ ഞാൻ വിചാരിച്ചു വരാനെന്ന്. വറീസേന്റെ വീട് ഇവിടെ കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇനിയിപ്പം ഞാൻ എങ്ങനെ തിരിച്ചു പോകും? എങ്ങനെയാ തിരിച്ചു പോകുന്നു? നീ വന്ന വഴി പോ. എനിക്ക് വേഗം എത്തേണ്ടതാ. എത്തണോ? അതിനൊരു മാർഗമുണ്ട്. അയ്യോ, ഹലോ, ആ അതെ, ജൂലിയാണ്. ആരാ? ഓ, എന്തേ? ആണോ? ആ ഉണ്ടല്ലോ. എത്ര വേണം? ഓ, അത്ര വേണോ അല്ലേ? ആ, ഒരു മിനിറ്റ്, ഞാനേ അതിന്റെ അവൈലബിലിറ്റി ഒന്ന് നോക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് വിളിക്കാം. മതിയോ? ഓക്കെ ഓക്കെ, ശരി. ഓക്കെ. ഫ്രെഡി, 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 ഫ്രെഡി. അപ്പ എവിടെ? ആ, ഞാൻ കണ്ടില്ല. ഫ്രെഡി, അപ്പാ, ഫ്രെഡി, പപ്പ, ഫ്രെഡി, പപ്പ. പപ്പ ഉണ്ടായിരിക്കോ ചേ? ഫ്രെഡിയേ, എന്തെങ്കിലും അത്യാവശ്യം വിളിച്ചാൽ ഒരിക്കലും കിട്ടാറില്ല. ഫ്രെഡി, എന്തോ അമ്മ? എന്താണ്? നീയാണോ ഫ്രെഡി? അല്ല. പിന്നെ എന്തിനാ വിളിയിട്ടത്? എവിടെ പപ്പ? എവിടെ പപ്പ ഇതുവരെ വന്നില്ലേ? പിന്നെ പപ്പ എവിടെ പോയി വരാനായിട്ട്? പപ്പ ഞങ്ങളോടൊരു ബെറ്റ് വെച്ചിട്ട് പോയിരിക്കുന്നേ. ബെറ്റ് വെച്ചിട്ടോ? എന്ത് ബെറ്റ്? മമ്മ, പപ്പ പറഞ്ഞു പപ്പ ഭയങ്കര ഹണ്ടറാണ്.
അപ്പൊ ഞങ്ങൾ പറഞ്ഞു പപ്പയ്ക്ക് ഹണ്ട് ചെയ്യണമെന്ന് പറഞ്ഞോളൂ. അപ്പൊ പപ്പ പണ്ട് ചെയ്തിട്ടുള്ള ഭയങ്കര ഹണ്ടിങ്ങിന്റെ കഥകളും ആ കഥകളൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ പപ്പയോട് ഒരു ബെറ്റ് വെച്ച്. അപ്പൊ അത്ര വലിയ ഹണ്ടറാണെങ്കിൽ കൊണ്ട് വെടിയിറച്ച് കൊണ്ടുവരാം. അങ്ങനെ പപ്പ പോയിരിക്കും ആ തോക്ക് എടുത്തോണ്ട് വെടിയിറച്ച് കൊണ്ടുവരും. തോക്ക് എടുത്തോണ്ട് പോയാ? Yeah, he went for hunting, mama. ബോധമില്ലാത്ത പപ്പയ്ക്കും ഇവരില്ലാത്ത മക്കള് ആ തോക്ക് കൊണ്ടുപോയി പപ്പ എന്തൊക്കെ കാണിക്കുന്നു നിനക്ക് വല്ല അറിയണ്ടോ? എന്നാ പോകുമ്പോ എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അത് ചാടിക്കറി പപ്പ തോക്ക് എടുത്തോണ്ട് പോയി. നീ എന്തെടുക്കായിരുന്നു? ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനിപ്പോഴറിയണേ. ഒന്നും അറിയാറില്ലല്ലോ ഈ വീട്ടിൽ കിടക്കണ. അല്ലെങ്കിൽ വേറെ ലോകത്ത് ഈ പപ്പ എവിടെ പോയിരിക്കണം ഇപ്പൊ? ഹാർബറിൽ മീൻ വാങ്ങാൻ പോയി. ഇനി ഹാർബറിലെ കച്ചവടക്കാരുടെ വില പേശിയൊക്കെ വരുമ്പോഴേക്കും ഒരു സമയം വരട്ടെ. ഓക്കെ ഡഗ്ലസേ, ഇത് മാറ്റി വെച്ചിട്ട് ഇവിടെ ഒന്ന് തുടച്ച് ഇതിന്റെ പുറത്തൊക്കെ നിറയെ പൊടിയാ. ആ ചെയറൊന്ന് നേരെ ഇട്ടേക്കണേ. ഡഗ്ലസേ, ആ ചെയർ നേരെ ഇട്ടേക്കണേ. നല്ല മുളകിട്ട് വയ്ക്ക്, നല്ല എരി വേണം കേട്ടോ. അതെ, അങ്ങനെ തന്നെ ചെയ്യണം. കിച്ചണിലിരിക്കുന്ന കംപ്ലീറ്റ് ചില്ലി പൗഡർ തട്ടിയിട്ട് കുക്ക് ചെയ്യും. എന്ത് ഫ്രണ്ട് ചെയ്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്പൈസി ഫുഡ് ഒന്നും ഇഷ്ടമല്ലാന്ന്. എന്നാ മദാമയ്ക്ക് ആൾക്കാർക്ക് സ്പൈസി ഫുഡ് ഇഷ്ടമില്ല. നമ്മൾ നാടനാണ്, നമുക്ക് നല്ല എരിവും പുളിയും വേണം. നല്ല എരിവും പുളിയും നല്ല മീൻ കറി ഇടാം. അമ്മ പപ്പ എടുത്ത കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നീ പറഞ്ഞു. അല്ല പപ്പ, ഞാൻ നല്ലൊരു വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സേവനങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ആ കാർ ഇന്ന് തന്നെ നമുക്ക് ആ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി സാധനം സെറ്റാക്കാം. എവിടെ പോയിരുന്നു? കോളേജില് നാഷണൽ സർവീസ് സ്കീമിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടാവും, അതാ ചെന്ന് ഞാൻ പോയതാ. എന്താ പരിപാടി? മീൻ വാങ്ങിയിട്ടുണ്ട്. ഒല്ലി മീനാ, ഡഗ്ലസിനെ കൊടുത്ത് കറി വയ്ക്കാൻ. ജോ ജോ, ആ ക്യൂട്ടി അവിടെ പുറത്തേക്ക് ഒന്ന് നോക്കിയേക്ക്. പപ്പ എന്തോടെ? പപ്പ, ഞാൻ നല്ലൊരു വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ സേവിയറങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ആ കാറ് അങ്ങോട്ട് നിന്ന് എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാം സൂപ്പറാക്കി തരും. ആ കാർ അവിടെ നിന്ന് എടുക്കാൻ പറ്റൂല. ഞാൻ തലയിൽ ചുമന്നുകൊണ്ട് വരണോ ആ കാറ്? അപ്പൊ പപ്പ തല ചുമന്നോണ്ട് വരണ്ട. ഡ്രാഗൺ വെഹിക്കിൾ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് അവിടെ കൊണ്ട് ഇട്ടാ മതി. ബാക്കി അവർ നോക്കണം. പപ്പ അതും പറ്റൂല. അതെന്താ? അത് പറ്റൂലെന്ന്. അതെന്താ പറ്റാത്ത? ഈ പറ്റാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാറിന്റെ ചുറ്റും മറ്റുള്ള കുറെ കാറുകൾ കിടപ്പുണ്ട്. അപ്പൊ ഡ്രാഗണ് വരയ്ക്കുമ്പോ ഇത് കാറ് വരണ്ടേ? അപ്പൊ അത് പറ്റില്ല. അതകത്ത് പെട്ടു കിടക്കയല്ലേ കാറ്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല പറഞ്ഞാൽ. ഓക്കെ, ദെൻ വി വിൽ യൂസ് ക്രെയിൻ. ക്രെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മ ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്ത് സംഭവം എളുപ്പമായി. അതുപോലെ ഓക്കെ, നീ പറഞ്ഞ നല്ല ഐഡിയ തന്നെയാണ്. പക്ഷെ അവിടെ ക്രെയിൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വർക്ക്ഷോപ്പിൽ തൊട്ടുമ്പോൾ ഇങ്ങനെ 11K ലൈൻ പോവുകയാണ്. എങ്ങാനും ക്രെയിൻ തട്ടി കത്തി പൊട്ടി പ്രശ്നമായി അവസരം ഞാൻ ഇലക്ട്രിസിറ്റി പോയിട്ട് ഞാൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും, അറിയാമോ? അപ്പൊ ആ ക്രെയിൻ വലിയ ക്രെയിൻ യൂസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ. അത് മിനി ക്രെയിൻ യൂസ് ചെയ്യാം. മിനി ക്രെയിൻ യൂസ് ചെയ്യുമ്പോൾ മുകളിലുള്ള താഴത്തുള്ള പ്രശ്നം ഈസിലി നമുക്ക് ലിഫ്റ്റ് അപ്പ് ചെയ്യാം. ഓക്കെ, അത് നല്ല ഗുഡ് ഐഡിയ. മിനി ക്രെയിൻ യൂസ് ചെയ്യാം. പക്ഷെ മിനി ക്രെയിൻ ഇപ്പൊ ഫുൾ മിനി ക്രെയിൻ കംപ്ലൈന്റാ. ഇടയ്ക്ക് പാലത്തിൽ വണ്ടി താഴോട്ട് പോയി, അത് തൂക്കിയെടുക്കാൻ നേരത്ത് ക്രെയിൻ പൊട്ടി താഴോട്ട് പോയി. അപ്പം കംപ്ലീറ്റ് കംപ്ലൈന്റ് ഇട്ടൊക്കെയാണ് മിനി ക്രെയിൻ മൊത്തം. അതുപോലെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ നമ്മുടെ കാർ എടുക്കുമ്പോൾ പൊട്ടി വീണ് അപ്പുറത്ത് BMW, ഓടി, ടയോട്ട, കോണ്ടസ മൊത്തം കിടക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും കാർ വീണ് കഴിഞ്ഞാൽ അതിന്റെ നഷ്ടപരിഹാരം കൂടെ ഞാൻ കൊടുക്കേണ്ടി വരും. അത് വേണോ? ഫ്രെഡി, എനിക്ക് എന്റെ കാറ് കിട്ടിയ ജോലി ഇത്രയും നാൾ അവിടെ കിടന്ന കാർ പെട്ടെന്ന് പോയി എടുക്കുമ്പോ സേവനത്തിന് വിഷമമുണ്ടാവില്ലേ? അത് മോശമല്ലേ? നമ്മളെ കാറ് നമ്മളെടുക്കുന്നത് എങ്ങനെയാ മോശമാണ്? കാർ എടുക്കാൻ പോവാ. വഴിമാറും. പോകാൻ പറ്റൂല. അതെന്താ പോയാല്? പോകാൻ പറ്റൂലേ? ഫ്രെഡി എന്തിനാ ഞാൻ വർക്ക്ഷോപ്പിൽ പോകാതിരിക്കാൻ ഇങ്ങനെ വാശി പിടിക്കുന്നേ? അത് എന്തിനാ വർഷാപ്പിൽ പോകണം? എത്ര വാശി പിടിക്കുന്നത് എന്തിനാ? പിന്നെ വർക്ക്ഷോപ്പിൽ പോകാണ്ട് തനിയെ കാർ ഡ്രൈവ് ചെയ്ത് എവിടെയെങ്കിലും പോവോ? അതെ, പറ്റില്ല. എന്താ പറ്റാത്തത്? അപ്പൊ ഇവിടെ വർഷാപ്പിൽ പോയിട്ട് കാര്യമില്ല. എന്താ കാര്യം എന്ന് പറ. എന്താ കാര്യം? എന്ത് പപ്പ, എന്ത് പ്രശ്നം? എന്താണ് പറ ഫ്രെഡി, എന്താ കാര്യം? പറ പപ്പ. വർഷാപ്പിൽ കാറില്ല. വർഷാപ്പിൽ കാറില്ല. വർഷാപ്പിൽ കാറില്ലേ? അത് ഞാൻ ഈ നമ്മളെ
വർഷാപ്പ് മേശിരിയില്ലേ നമ്മളെ സേവിയർ അങ്കിളിന് ഒരുപാട് കാശ് കൊടുക്കാറുണ്ട്. ആ പുള്ളി ഒരുപാട് നാൾ പണിതല്ലേ, അപ്പൊ അയാള് കാശ് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കാശ് തരാം. ആ ക്യാഷ് അമ്മ പല തവണയായിട്ട് ഗ്രാൻഡ്പയുടെ പൈസ കിട്ടിയപ്പോ തന്നതല്ലേ? തന്നാണല്ലോ. ആ ക്യാഷ് ഞാൻ മറിച്ച് സമയത്ത് കിട്ടുമെന്ന് വിചാരിച്ച് കിട്ടിയില്ല. അങ്ങനെ കുടിശ്ശ ഒരുപാട് കൂടി. അപ്പൊ സേവിയർ അങ്കിള് ആ കാറെടുത്ത് ആക്രിക്കാരുണ്ട്. ആക്രിക്കാർക്ക് കൊടുത്താ എവിടെയായിരുന്നു? കാറ് വന്നിട്ടുണ്ട്. ഇനി ഈ വീട്ടില് കാറില്ല എന്ന് പറഞ്ഞ വിഷമം വേണ്ട. ഫ്രെഡി ഇത് എവിടെയായിരുന്നു ഫ്രെഡി? ആ ഈ ഫോണൊന്ന് ഓൺ ചെയ്തുകൂടായിരുന്നോ? സമയമില്ലെന്നേ, ഫോൺ ഓഫായി പോയില്ലേ? എന്നൊരു ചാർജർ മേടിച്ച് ഫോൺ ഓൺ ചെയ്താൽ എന്താ കുഴപ്പം? സമയമില്ലായിരുന്നു. ഇവിടെ പോണു. ഞങ്ങള് മംഗലോട്ട് പോകാൻ വേണ്ടി ഇരിക്കായിരുന്നില്ല. മംഗലത്ത് പോണ മംഗലാപുരത്ത്. അവിടെ അവിടെ ആര്? അവിടെ പപ്പയുടെ ഫോൺ ലാസ്റ്റ് ഓഫ് ആയത് അവിടെയാണേ. ഓ, അതെ 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 അതെ, ഞാൻ പോയിരുന്നു. മംഗലപുരത്ത് ഒരുപാട് സ്ഥലത്ത് പോയിരുന്നു. എന്റെ പൊന്നെ പപ്പ, എന്തോന്ന് പപ്പ അത് ഇങ്ങനെ ടെൻഷൻ എടുക്കും. മമ്മ എന്ത് കരച്ചിലായിരുന്നു അറിയാം. ആണോ? പപ്പ നമുക്ക് റൗണ്ട് അടിച്ചല്ലേ? ഓക്കെ. ആ നമുക്കിപ്പോ പോവാം. പിന്നെ പപ്പ എന്തെങ്കിലും കഴിക്കണ്ട, ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ആ പിന്നെ കഴിക്കട്ടെ, വാ, പപ്പ വാ. കഴിക്കാം. പപ്പ ഈ ഫോൺ എന്തിനാ ഓഫ് ആക്കി വെക്കണം? ഫോണ് പിന്നെ ഓഫായി പിന്നെ അന്ന് ഓണാക്കണം. ചാർജർ മമ്മി പപ്പയ്ക്ക് ഒരു ചാർജർ മേടിച്ചോളൂ. എന്റെ ബാഗ് ആടാ. നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ബാംഗ്ലൂര്. ബാംഗ്ലൂർ. ബാംഗ്ലൂർ ചെന്നപ്പോ സേഡ് ചെയ്യുന്ന അഡ്രസ്സുമായിട്ട് നേരെ ഹൈദരാബാദ് കിട്ടും. ഇരിക്കാള് ഹൈദരാബാദ് ചെന്നപ്പോഴാണ് അറിയുന്നത് നമ്മളെ കാറ് ഏതോ സിനിമാക്കാരുണ്ട്. എന്നിട്ട് നേരെ വിട്ടു, സിനിമ സെറ്റിലോട്ട് വിട്ടു. ഹൈദരാബാദ് കിട്ടുന്നു. ആ അപ്പോഴാണ് അറിയണത് 240 കോടി തെലുങ്ക് സൂപ്പർ സ്റ്റാർ പടം. അതിനെ വില്ലമെന്ന് മലയാളി. കഥ വില്ലനെ കാറിനകത്തിട്ട് പെട്രോൾ ഒഴിച്ച് നായകൻ കത്തിക്കണം. കേട്ടോടെ ഓടി പിടച്ച് ചെന്നപ്പോ വില്ലന്റെ ഡമ്മി കാറിനകത്ത് കാൽ ഫുള്ള പെട്രോള്. നായകൻ മാച്ച് ബോക്സിന്റെ ഓരത്തി കത്തിക്കല്ലേ, എന്റെ ജൂലിയുടെ കാറ് കത്തിക്കല്ലേ എന്ന് പറഞ്ഞു. അവിടെ കിടന്ന് കരഞ്ഞ് നേല പിടിച്ചപ്പോ വില്ലന് സമ്മതിക്കണില്ല, നായകന് സമ്മതിക്കണില്ല, ഡയറക്ടറിന് സമ്മതിക്കണില്ല. പപ്പ വിടുവോ? പപ്പ പറഞ്ഞു കാറ് കത്തിക്കണമെങ്കിൽ എന്നെ കൂടെ അകത്തിട്ട് കത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോർ പറഞ്ഞ് അകത്ത് കയറി. ഇറങ്ങില്ല, പുറത്തിറങ്ങില്ല, കത്തിക്കെന്ന് പറയും. എന്നിട്ട് അവസരം എന്റെ ഭീഷണിക്ക് മുമ്പിൽ അവർ വഴങ്ങി. ഓ ഡയറക്ടർ പറഞ്ഞു കുഴപ്പമില്ല പോട്ടെ, നായകനും പറഞ്ഞു പോട്ടെ. സ്ക്രിപ്റ്റ് റൈറ്ററെ വിളിച്ചു, ക്ലൈമാക്സ് തിരുത്തി എഴുതിച്ചു. അങ്ങനെ കാറ് നമുക്ക് കിട്ടി. ഓ കാര്യങ്ങളൊക്കെ ഇത്ര അടിപൊളിയായിട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ആ നമുക്ക് നമ്മുടെ പഴയ പാട്ട് ഞാൻ പാടാം. ജൂലി വേണ്ട, ഞാൻ പാടാം. വെച്ചാ പോരെ? വേണ്ട, ഞാൻ പാടാന്നേ. പാട്ട് ഇടാതല്ലേ നല്ലത്? നമുക്ക് പ്ലേ ചെയ്യാം പാപ്പാ. ജൂലി ഏ? ഓ അവിടെ ഉണ്ടായിരുന്ന ഗ്രാമം കാണാനില്ല. ഫോൺ കാണില്ലല്ലോ. അവിടെ പോയി. അവിടെ പോയി? അവിടെ ഇല്ലേ? ഇല്ലേ? അത്തോട്ടില്ല. നോക്കണ്ട, അതവിടെ ഇല്ല. അതെവിടെ പോയി? കാറിന്റെ പണിക്ക് വേണ്ടി ഒരുപാട് കാശ് ചെലവായി. അതാര് കൊടുക്കും? അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതൊന്ന് പണയം വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. ഫ്രെഡി, എന്റെ പപ്പ എനിക്ക് തന്ന ഗ്രാം ഫോൺ ഇല്ലാതെ ഫ്രെഡി ഇനി എന്നോടൊന്നും മിണ്ടണ്ടാന്ന്. വേറൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, എനിക്ക് എന്റെ ഗ്രാം ഫോൺ വേണം. പറ. ശരി, തീർച്ചയായിട്ടും ജൂലിയുടെ പപ്പ തന്ന
ഗ്രാമഫോണ് ഫ്രെഡി ഒരു 2 ദിവസത്തിനകം ഇവിടെ കൊണ്ടുവന്നിരിക്കും. പപ്പ ഉറപ്പായിട്ടും ആ ഗ്രാമഫോൺ തിരിച്ച് കൊണ്ടുവരും. പക്ഷെ ഏതെങ്കിലും ഒരു സാധനം ഈ വീട്ടിൽ നിന്ന് പോകും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വിഷമവുമില്ല. അല്ലെങ്കിലും ഈ കുടുംബത്തിന്റെ ഭാരം മൊത്തം എന്റെ തലയിലാണല്ലോ, എന്റെ തലയില്. പക്ഷേ എല്ലാം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കരിവേപ്പിന് വലിച്ചെറിയണ പോലെ വലിച്ചെറിഞ്ഞു. ഇമോഷണലായി, സോറി. ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഞാൻ ഓഡിഷൻ കാണിച്ചത്, എന്നിട്ടാണ് അവൻ എന്നെ റിജക്ട് ചെയ്തത്. കുറ്റം പറയാൻ പറ്റൂല ജോജോ. ആ അല്ലേ അവരെ ജോജിന് ഓഡീഷൻ ഒന്നും പോകണ്ട. എന്തിനാ അവരുടെ സമയം കളയണേ? നമുക്ക് വേറെ വല്ല പണിക്കും പോകും, അതാ നല്ലത്. കാരണം ജോജനെ കൊണ്ട് ഇതൊന്നും പറ്റൂല. വെറുതെ എന്തിനാ അവരുടെ സമയമൊക്കെ കളയണേ? ഇത് കാണിക്കാനാണോ കാലത്ത് ഞങ്ങളെ വിളിച്ചിടിപ്പിച്ച് ഇവിടെ കൊണ്ടിരുത്തിയത്? ശരിയാവൂല. വേണ്ട വേണ്ട ജോജോ, നമുക്കിത് വേണ്ട. ജന്നൊന്നും പറഞ്ഞില്ല. ഇല്ല, പറഞ്ഞില്ല. കാരണം പറയാനായിട്ട് ഇതിനകത്തൊന്നും ഇല്ല. എന്തേലും പറഞ്ഞാലേ കൂടിപ്പോ. മര്യാദയ്ക്കല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? ഞാനിത് പറയുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെ പോയാ ജോജോയും പപ്പി പോലെ ആയിപ്പോ. ആ വിഷമം കൊണ്ടാണ് കേട്ടോ. ഇപ്പൊ 3 പേരും കൂടി ഒരു ടീമായി അല്ലേ? പിള്ള മനസ്സിൽ കള്ളമില്ല. ക്യൂട്ടി പറ, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? പിള്ള മനസ്സിൽ കള്ളമില്ല. കള്ളമില്ല. ശരിക്കും പോറായിരുന്നു. എനിക്ക് കിട്ടിയല്ല, എനിക്ക് കിട്ടുന്നുണ്ടല്ലോ ഫീൽ. എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. അത് വെറും തോന്നല ജോജോ. ഏയ് ജാനി, അത് സംഭവം എന്തോന്ന് അറിയോ? ഈ പ്രാന്തുള്ളവർക്ക് അവർക്ക് പ്രാന്തുണ്ടെന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല, അവർക്ക് സ്വയം മനസ്സിലാവത്തുമില്ല താനും അല്ലേ? വേണ്ടട്ടാ, എനിക്കൊരു ദിവസം വരും കേട്ടാ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. മറ്റേ പഴഞ്ചൊല്ലല്ലേ, എവരി ഡോഗ് ഹാസ് എ ഡേ. ജോ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് സാധിച്ചു തരും. എന്റെ ജോലി എന്ത് പറഞ്ഞാലും ഞാൻ സാധിച്ചു തരും അല്ലേ? മമ്മ പറ. വലിയ ആനക്കാര്യമൊന്നും അല്ല, ചെറിയ കാര്യമാണ്. പറയുന്നുണ്ട്. നമ്മളിവിടുത്തെ ബ്രിട്ടീഷ് ബേക്കറിയില്ലേ, അവിടുന്ന് ബർത്ത്ഡേക്കുള്ള കേക്ക് ഓർഡർ ചെയ്യാമോ? ഭയങ്കര ടേസ്റ്റാ. നിങ്ങൾ കഴിച്ചിട്ടില്ലേ? പിന്നെ കഴിച്ചിട്ടുണ്ട്. നമ്മള് സ്റ്റാൻലി അങ്കിളിന്റെ ബർത്ത്ഡേക്ക് പോയപ്പോ ബ്രിട്ടീഷ് ബേക്കറിയിലെ കേക്കാണ് കഴിച്ചത്. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. അവിടുത്തെ ഫുഡിന് മാത്രല്ല, അവിടുത്തെ സ്മെല്ലിന്, അവിടുത്തെ കുക്കിന് പോലും ഒരു ബ്രിട്ടീഷ് ടച്ചാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെന്താ, എന്തിനാ ഞാൻ വാങ്ങാം. പിന്നെ പപ്പ മേടിച്ചു തരാം. പപ്പ മേടിച്ചോണ്ട് വരാം കേട്ടാ. നല്ല ടേസ്റ്റ് ആണ്. പിന്നെന്താ പറയാ, കുക്കിംഗ് സ്മെല്ലോ. അല്ല, അവിടുത്തെ മൊത്തത്തിൽ അവിടെ അങ്ങനെ ഒരു ആംബിയൻസ് ആണ്. ഓക്കെ ഓക്കെ, ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഫ്രെഡി, താങ്ക് യു. ഫ്രെഡി, നമ്മൾ ഇന്ന് കഴിച്ച ബർത്ത്ഡേ കേക്കില്ലേ, എന്തൊരു ടേസ്റ്റ് ആയിരുന്നല്ലേ? ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് ഫ്രെഡി. അയ്യോ, ഞാൻ അവിടെ നിന്ന് വാങ്ങിയേ. അതെനിക്കറിയാം. അതല്ല, ആ കേക്ക് ഉണ്ടാക്കിയ ആള് ഉറപ്പായിട്ട് ഒരു ഇംഗ്ലണ്ടുകാരനായിരിക്കും. അല്ല, ഇംഗ്ലണ്ടുകാരല്ലെങ്കിൽ ഇംഗ്ലണ്ടുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആളായിരിക്കും. ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അതേപോലെ ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. താങ്ക് യു. അല്ല, അപ്പോഴേക്കൊരു താങ്ക്സ്. ഫ്രെഡി, പിന്നില്ലേ ഫ്രെഡി, ആ ബേക്കറിയിൽ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി കേക്കുകൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഉണ്ടായിരിക്കും.
അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം അമ്മ വരുമ്പോ നമ്മൾ ഇന്ന് കഴിച്ച അതേപോലെ തന്നെയുള്ളൊരു കേക്ക് നമുക്ക് അവിടെ ഓർഡർ ചെയ്താലോ? ഓർഡർ ചെയ്യാം, പക്ഷെ ഇത് ഉണ്ടാക്കി അതേപോലത്തെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ കൂട്ടി കുഴച്ചത് ബേക്ക് ചെയ്യാൻ പറ്റൂ. അത് ആണ് ഇവിടെ ഒരു പ്രോബ്ലം. അത് അവരല്ലേ ചെയ്യുന്നത്, നമുക്കത് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ അടുത്ത് പറഞ്ഞ അവർ അതേപോലെ തന്നെ നമുക്ക് ചെയ്തു തരും. തരും ജൂലി, കിടന്ന് ഉറക്കം പ്ലീസ്. റെഡി ഉറങ്ങിക്കോ. റെഡി. കേക്ക് നമുക്ക് ഇവിടെ തന്നെ വാങ്ങാം. അതല്ല ഫ്രെഡി, പിന്നെ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ട ആ ഷിപ്പില്ലേ, ടൈറ്റാനിക് ഷിപ്പ്, അതിപ്പോ ഇംഗ്ലണ്ടിൽ എത്തിയിട്ടുണ്ടാവോ? എന്റെ പൊന്നു ജോലി, അത് ദുബായ് കഴിഞ്ഞിട്ടേ ഉണ്ടാവും. ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഉറക്കം വന്നിരിക്കും. ഞാൻ ഈ സ്വപ്നം ഒന്ന് കണ്ടു തീർത്തോട്ടെ ഫ്രെഡി. ജോലി, സ്വപ്നത്തിലാണെങ്കിലും കപ്പലിന്റെ ഡക്കിൽ മുറുകെ പിടിച്ചോണേ. എന്റെ കൂടെ ഫ്രെഡി ഉള്ളപ്പോ ഞാൻ എങ്ങനെയാ താഴോട്ട് വീഴുക? എന്നെയും കൊണ്ടേ പോളല്ലേ.